ഓരോ മരണവും നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മിൽ നിന്ന് അകന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ദുഃഖം നമ്മളെ ഗ്രസിക്കും. എന്നാൽ ക്രിസ്തീയ ചിന്തകളോടെ നമ്മൾ മരണത്തെ സമീപിക്കുമ്പോൾ മരണം എന്ന് പറയുന്നത് ഓരോ മരണവും ദൈവത്തിൻ്റെ അടുത്തേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ് എന്നുള്ള വലിയൊരു തിരിച്ചറിവോടെ വേണം നമ്മൾ ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാനായിട്ട്. നമ്മൾ ക്രിസ്തീയ മരണം എന്ന് പറയുന്നത് ദൈവത്തെ മുഖാഭിമുഖം ദർശിക്കുവാനും ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിച്ചു പോകാനുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇന്ന് നമ്മൾ സിസ്റ്റർ കൊറോണയുടെ മരണത്തിലെ മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ദുഃഖവും സങ്കടവും ഒക്കെ ഉണ്ട്. എന്നാൽ ദൈവികമായി ചിന്തിച്ചാൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് തൻ്റെ ജീവിത ദൗത്യം മുഴുവൻ പൂർത്തിയാക്കി സ്റ്റേജിൽ കയറി ഒരു സമ്മാനം വാങ്ങിക്കുന്ന കുട്ടിയുടെ നിഷ്കളങ്കതയോടുകൂടിയാണ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഈ അമ്മ കടന്നു പോകുന്നത്. കൊറോണയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാനിവിടെ കപ്ലോനായിട്ട് വന്ന സമയത്താണ് എനിക്ക് പരിചയം. അന്ന് നമ്മുടെ കൊറോണ വൈറസ് ഒക്കെ അത്യാവശ്യം കത്തി നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് ഈ പേര് തന്നെ ഒരു കൗതുകമുണ്ട്. സിസ്റ്റർ കൊറോണ എന്ന് പറയുന്ന ആ പേര് എനിക്കത്ര കൗതുകം ഉണ്ടായില്ല. കാരണം ഞാൻ റോമിലൊക്കെ പഠിച്ചിരുന്നപ്പോൾ കൊറോണ എന്ന വാക്കിൻ്റെ അർത്ഥം എനിക്കറിയാമായിരുന്നതുകൊണ്ട് എനിക്കത്ര കൗതുകം തോന്നിയില്ല. എങ്കിലും ഇറ്റാലിയൻ ഭാഷയിലും പോർച്ചുഗീസ് ഭാഷയിലും ഒക്കെ കൊറോണ എന്ന് പറഞ്ഞാൽ ക്രൗൺ എന്നാണ് അതിൻ്റെ അർത്ഥം. ക്രൗൺ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ വെക്കുന്ന റീത്തിനൊക്കെ അവർ കൊറോണ എന്ന് പറയും. ക്രൗൺ എന്നാണ് വാക്കിൻ്റെ അർത്ഥം തന്നെ. അപ്പം ഈ പേര് ഒരു പക്ഷേ നമ്മുടെ പഴയ അമ്മമാരൊക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ ആലപ്പാട്ട് പിതാവ് പണ്ട് ഒരു കടലാസിനൊക്കെ എഴുതി കൊണ്ടുവന്ന് ഇങ്ങനെ ഓരോരുത്തർക്ക് കൊടുത്തു, അങ്ങനെ കിട്ടിയൊരു പേരായിരുന്നിരിക്കണം. എന്തായാലും കൊറോണ എന്ന് പറഞ്ഞാൽ ഇറ്റലിയിലെ വേദത്തോ ഭാഗത്തൊക്കെ ജപമാലയെ സൂചിപ്പിക്കാൻ പോലും കൊറോണ എന്നാണ് പറയുക. ല കൊറോണ ദെൽ റൊസാരിയോ എന്ന് പറഞ്ഞാൽ കൊന്തയെ അവർ അങ്ങനെയാണ് പറയുക. ല കൊറോണ ദെൽ റൊസാരിയോ എന്ന് പറഞ്ഞാൽ ഇത് ജപമാലയാണ് ഇറ്റാലിയൻ ഭാഷയിൽ. അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇവിടെ പോസ്റ്റ്മാൻ്റെ എഴുത്തുകളൊന്നും കൊണ്ടുവരും സിസ്റ്റർ കൊറോണ എന്ന പേരിൽ. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഒരു ദിവസം പോസ്റ്റ്മാൻ ചോദിച്ചുകൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ സിസ്റ്ററിനെ കാണണം, ഈ സിസ്റ്റർ കൊറോണയും കാണണമെന്ന് പറഞ്ഞ് പോസ്റ്റ്മാൻ സിസ്റ്ററിനെ കണ്ടതൊക്കെ ഞാൻ അതിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തായാലും സിസ്റ്ററിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ താല്പര്യത്തോടു കൂടെ ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയും ആശുപത്രിയിലെ ആശുപത്രിയിൽ നിന്നാണ് ഞങ്ങൾ ആ സമയത്ത് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ വളരെ താല്പര്യപൂർവ്വം ചോദിച്ചറിയുകയും അതിലൊക്കെ ഉപരിയായിട്ട് ഈ ദേവാലയത്തിൽ കൃത്യസമയത്ത് വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയെ ഞാനിവിടെ കണ്ടിട്ടുണ്ട്. വളരെ നേരത്തെ പള്ളിയിലേക്ക് വരികയും അൾത്താരയ്ക്ക് മുൻപിൽ പ്രാർത്ഥനാപൂർവം ആരാധനയിൽ ചെലവഴിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു വിശുദ്ധയായ ഒരു അമ്മയെ ഞാനിവിടെ വന്നപ്പോൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ തനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ വളരെ ചടുലതയോടുകൂടി 92ാമത്തെ വയസ്സിലും 90ാമത്തെ വയസ്സിലൊക്കെ വളരെ ചടുലതയോട് കൂടിയിട്ട് ചെയ്തിരുന്ന ഒരു സിസ്റ്ററിനെ എനിക്ക് ഓർമ്മയുണ്ട്. പ്രിയമുള്ളവരെ, നമ്മിൽ നിന്ന് സിസ്റ്റർ കൊറോണ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ ദൈവത്തെ മുഖാഭിമുഖം ദർശിക്കുവാനുള്ള അതിയായ ആഗ്രഹത്തോടു കൂടിയാണ് അദ്ദേഹം കടന്നു പോകുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. വിശ്വപ്രസിദ്ധനായ ഷേക്സ്പിയറിന്റെ റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്ന് പറയുന്ന നാടകത്തിൽ മരിച്ചു കിടക്കുന്ന ജൂലിയറ്റിനെ നോക്കിക്കൊണ്ട് അവിടെ വന്ന വൈദികൻ പറയുന്ന ഒരു വാചകമുണ്ട്, ഇന്നലെ വരെ സ്വർഗത്തിനും ഭൂമിക്കും ഇവളുടെ മേൽ അവകാശമുണ്ടായിരുന്നു. ഇന്നലെ വരെ സ്വർഗത്തിനും ഭൂമിക്കും ഇവളുടെ മേൽ അവകാശമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഭൂമിക്കുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇവൾ പൂർണ്ണമായിട്ടും സ്വർഗത്തിൻ്റെതായി മാറിയിരിക്കുന്നു എന്നാണ് മരിച്ചു കിടക്കുന്ന വ്യക്തിയെ കുറിച്ച് അദ്ദേഹം പ്രസംഗിക്കുക. നമുക്കും ഉറപ്പായിട്ട് പറയാൻ സാധിക്കും, സിസ്റ്റർ കൊറോണ സ്വർഗത്തിന്റെ സ്വന്തമായിരിക്കുന്നു, സ്വർഗത്തിൻ്റെത് മാത്രമായിരിക്കുന്നു. ഭൂമിക്ക് ഇനി ഇവരുടെ മേൽ അവകാശമില്ല, ഭൂമിക്ക് യാതൊരു അവകാശവുമില്ല. പൂർണ്ണമായിട്ടും അവർ സ്വർഗത്തിൻ്റെതായിട്ട് മാറിയിരിക്കുന്നു
എന്നുള്ള വലിയ ചിന്തയാണ് നമുക്ക് മനസ്സിൽ സൂക്ഷിക്കേണ്ടത്. പ്രസിദ്ധനായ അമേരിക്കൻ എഴുത്തുകാരൻ ഏണസ്റ്റ് ഹെമിംഗ്വേ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. പുസ്തകത്തിന്റെ പേര് ഇങ്ങനെയാണ്, ഫോർ ഹൂം ദ ബെൽ ടോൾസ് എന്നാണ്. ആർക്ക് വേണ്ടിയാണ് മണിയടിക്കുന്നത് എന്നതാണ് ആ പുസ്തകത്തിന്റെ പേര് തന്നെ. ആ പുസ്തകത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ആരെങ്കിലും മരിക്കുമ്പോൾ പള്ളിമണികൾ ഒരു പ്രത്യേക താളത്തിൽ മുഴങ്ങും. ആ പ്രത്യേക താളത്തിൽ പള്ളിമണികൾ മുഴങ്ങുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആരോ മരിച്ചിട്ടുണ്ട്. ഇങ്ങനെ പള്ളിമണികൾ മുഴങ്ങുന്നത് കേൾക്കുമ്പോൾ ആ എഴുത്തുകാരൻ ഇങ്ങനെ പറയുന്നു, ഈ പള്ളിമണികൾ മുഴങ്ങുന്നത് ആർക്ക് വേണ്ടിയാണ്? മരിച്ചു കിടക്കുന്ന ഈ വ്യക്തിക്ക് വേണ്ടിയാണോ, അതോ ജീവിച്ചിരിക്കുന്ന നമുക്ക് വേണ്ടിയാണോ? പുസ്തകത്തിന്റെ അവസാനത്തില് എഴുത്തുകാരൻ എങ്ങനെ പറയും, ഈ പള്ളിമണികൾ മുഴങ്ങുന്നത് ജീവിച്ചിരിക്കുന്ന നമുക്ക് വേണ്ടിയിട്ടാണ്. മരിച്ചു കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് ജീവിച്ചിരിക്കുന്ന നമുക്ക് വേണ്ടിയിട്ടാണ് ഈ പള്ളിമണികൾ ഈ പ്രത്യേക താളത്തിൽ മുഴങ്ങുന്നത്. ഈ പള്ളിമണികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ ജീവിതത്തിലെ എൻ്റെ മരണത്തോട് ഞാൻ ഒരു ദിവസം കൂടെ അടുത്തിരിക്കുന്നു എന്ന് എന്നെ ഓർമ്മിപ്പിക്കാനായിട്ടാണ് ഇങ്ങനെ ഈ പ്രത്യേക താളത്തില് പള്ളിമണികൾ മുഴങ്ങുന്നത് എന്നാണ് എഴുത്തുകാരൻ പറയുക. എൻ്റെ ജീവിതത്തിലെ മരണത്തോട് ഒരു ദിവസം കൂടി ഞാൻ അടുത്തിരിക്കുന്നു. ഓരോ വ്യക്തിയുടെ മരണവും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജീവിച്ചിരിക്കുമ്പോഴാണ് ആത്മരക്ഷയ്ക്കായിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുക. മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ചെറുവിരൽ അനക്കാൻ പോലും എനിക്ക് സാധിക്കുകയില്ല എന്ന് ഓരോ മരണവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ജീവിച്ചിരിക്കുമ്പോഴാണ് ആത്മരക്ഷയ്ക്കായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടത്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല. ചിലപ്പോഴും നമ്മുടെ ബന്ധുക്കളുടെ പ്രാർത്ഥനയൊക്കെ ശുദ്ധീകരണ സ്ഥലത്ത് നമ്മെ സഹായിച്ചേക്കാം. അതിനപ്പുറത്തേക്ക് മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് ഓരോ മരണവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ സിസ്റ്റർ കൊറോണ നമ്മിൽ നിന്ന് കടന്നു പോകുമ്പോൾ സിസ്റ്ററിന് നമ്മോട് പറയാനുള്ള ഒരു കാര്യം ഇത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, ജീവിച്ചിരിക്കുമ്പോഴാണ് ആത്മരക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടത് എന്ന് സിസ്റ്റർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കൊട്ടേക്കാട് നീലങ്കാവിൽ കുടുംബത്തില് ജനിച്ച സിസ്റ്റർ കൊറോണ അദ്ദേഹത്തിന്റെ വളരെ ചെറുപ്പത്തിൽ തന്നെ കർമ്മല മഠത്തിൽ പ്രവേശിക്കുകയും പിന്നീട് സുദീർഘമായ തന്റെ ജീവിതം മുഴുവൻ ഈ മഠത്തിന്റെ ഉള്ളില് തനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കർത്തവ്യങ്ങളെല്ലാം കൃത്യമായി നിർവഹിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ കർത്താവിന്റെ പക്കലേക്ക് കടന്നു പോകുന്ന ഈ സന്ദർഭത്തിൽ നമുക്ക് പ്രാർത്ഥനാപൂർവം അദ്ദേഹത്തെ യാത്രയാക്കാം. പ്രാർത്ഥനാപൂർവം യാത്രയാക്കുമ്പോൾ വലിയ സന്തോഷത്തോടു കൂടി ആയിരിക്കും സിസ്റ്റർ കർത്താവിന്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരുക എന്ന് നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാം. ദൈവത്തെ മുഖാഭിമുഖം ദർശിക്കുവാനുള്ള തിരുമുഖ ദർശന ഭാഗ്യം അദ്ദേഹത്തിന് ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. നമുക്ക് ആ പ്രാർത്ഥനയോടുകൂടെ സിസ്റ്ററിനെ യാത്രയാക്കാം കർത്താവിന്റെ സന്നിധിയിലേക്ക്. അദ്ദേഹത്തിലൂടെ നമുക്ക് ലഭിച്ച നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനുള്ള ഒരു അവസരം കൂടിയാണ് ഇന്ന് നമുക്ക് കൈവന്നിരിക്കുന്നത്. ജീവിതകാലത്ത് അദ്ദേഹത്തിന്റെ കൈകളിലൂടെ ഒരുപാട് പേര് അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. അവർ ജീവിച്ചിരുന്ന സ്കൂളുകളിലും മഠങ്ങളിലും ഒക്കെ പലരിലേക്കും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ചൊല്ലാനായിട്ട് ഒരു കണ്ണിയായി തീർന്നിട്ടുണ്ട് സിസ്റ്റർ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത്. തീർച്ചയായിട്ടും നന്ദിയോടെ അതിനെയൊക്കെ ഓർക്കാനുള്ള ഒരു അവസരമാണ് നമുക്ക് വന്നു ചേർന്നിരിക്കുക. സ്വർഗത്തിലെ നമുക്ക് വേണ്ടി ഒരു മധ്യസ്ഥം കൂടി ജനിച്ചിരിക്കുന്നു എന്ന് നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാം. സാധാരണഗതിയിൽ വിശുദ്ധരുടെ തിരുനാളുകൾ നമ്മൾ അവരുടെ മരണത്തിന്റെ ദിവസമാണ് ആചരിക്കാറുള്ളത്. ജനന തിരുനാളുകൾ മാതാവിന്റെയും സ്നാപയോഹന്നാന്റെയും യേശുവിന്റെയും ഒക്കെ നമ്മൾ ആഘോഷിക്കുന്നുള്ളൂ. മറ്റെല്ലാ വിശുദ്ധരുടെയും മരണ തിരുനാളാണ് നമ്മൾ സാധാരണഗതിയിൽ കൊണ്ടാടാറുള്ളത്. അതിന്റെ അർത്ഥം ഇതാണ്, അവർ സ്വർഗത്തിലേക്ക് ജനിച്ച ദിവസമാണ് അവരുടെ മരണത്തിന്റെ ദിവസം. അതുകൊണ്ട് സ്വർഗത്തിന്റെ സ്വന്തമായിട്ട് തീർന്നിരിക്കുന്നു സിസ്റ്റർ. നമുക്ക് സ്വർഗത്തില് ഒരു മധ്യസ്ഥ കൂടിയുണ്ട് എന്നുള്ള വലിയ വിശ്വാസത്തോടെ നമുക്ക് അദ്ദേഹത്തെ യാത്രയാക്കാം. കർത്താവിന്റെ സന്നിധിയിലെ പ്രാർത്ഥനാപൂർവ്വം
നമുക്ക് സിസ്റ്ററിനെ യാത്രയാക്കാൻ നമുക്ക് വേണ്ടി അദ്ദേഹം സ്വർഗത്തിൽ മധ്യസ്ഥം വഹിക്കും എന്നുള്ള വലിയ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സദസ് എൻ്റെ അവസാന ബലി നമ്മോടൊപ്പം അർപ്പിക്കുന്ന നിമിഷങ്ങളാണ്. ഒരു നിമിഷം നന്മയുടെ സ്മരണ അനശ്വരമായിരിക്കും. ദൈവവും മനുഷ്യനും അത് വിലമതിക്കുന്നു. നന്മ കാണുമ്പോൾ മനുഷ്യർ അതിനെ മാതൃകയാക്കുന്നു. നന്മയുടെ അനശ്വരമായ ഓർമ്മകൾ സമ്മാനിച്ച് നമ്മുടെ പ്രിയപ്പെട്ട കൊറോണമ്മ സ്വർഗീയ സന്നിധിയിലേക്ക് യാത്രയാകുന്നു. ത്യാഗോജ്വലമായ ഈ ജീവിതത്തിനു മുൻപിൽ നമുക്ക് നമ്രശിരസ്കരാകാം. കൊറോണമ്മയുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കാം. 1933 ജൂൺ 5-ാം തീയതി കൊട്ടേക്കാട് ഇടവകയിൽ ആഠ്യത്വവും പ്രൗഢിയും ദൈവഭക്തിയും നിറഞ്ഞു നിന്ന നീലങ്കാവിൽ കുടുംബത്തിൽ ദേവസി, കുഞ്ഞാറം എന്നീ ദമ്പതികളുടെ 9 മക്കളിൽ രണ്ടാമത്തെ മകളായി ബേബി എന്ന സിസ്റ്റർ കൊറോണ പൂജാതയായി. ബാല്യത്തിലെ പ്രാർത്ഥനയോടും താപസിക ജീവിതത്തോടും താല്പര്യം പ്രകടിപ്പിച്ച് വളർന്നു വന്ന ബേബി സന്യാസ ജീവിതത്തോട് പ്രത്യേക അഭിരുചി തോന്നിയപ്പോൾ എല്ലാ എതിർപ്പുകളെയും തൃണവൽഗണിച്ചുകൊണ്ട് തൻ്റെ 25-ാമത്തെ വയസ്സിൽ കർമ്മയുക്ത സന്യാസിനി സമൂഹത്തിൽ അംഗമായി. 1958 ആദിവ്രത വാഗ്ദാനവും 1961 നിത്യവ്രത വാഗ്ദാനവും അനുഷ്ഠിച്ച് ദൈവത്തിനെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചു. ദൈവത്തിൻ്റെ പ്രത്യേക കടാക്ഷമുള്ള ഈ കുടുംബത്തിൽ നിന്ന് സിസ്റ്റർ ബൈലോൺ, സിസ്റ്റർ അൽവേർണിയ എന്നീ സഹോദരിമാരും കൊറോണമ്മയുടെ മാതൃകയിൽ CMC നിർമ്മല പ്രോവിൻസിന്റെ അംഗങ്ങളായി സന്യാസ സമർപ്പണത്തിലേക്ക് കടന്നു വന്നു. സെയിന്റ് ജോസഫ് ഹോസ്പിറ്റൽ ചൂണ്ടൽ, അമല ഹോസ്പിറ്റൽ, സെന്റ് വിൻസെന്റ് ഡി പോൾ ഹോസ്പിറ്റൽ ഒല്ലൂർ എന്നിവിടങ്ങളിൽ ഫാർമസിസ്റ്റായി ദീർഘകാലം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1969 മുതൽ 2000 വരെ നീണ്ട 31 വർഷക്കാലം ഫാർമസിസ്റ്റ് എന്ന നിലയിൽ തൻ്റെ സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ച കൊറോണമ്മ സമൂഹത്തിൽ തൻ്റെ അധ്വാനം കൊണ്ടും സാന്നിധ്യം കൊണ്ടും ക്രിസ്തുവിൻ്റെ ദിവ്യ ഔഷധമായിരുന്നു. പറപ്പൂർ, പാവറട്ടി, വൈന്തല, മുള്ളൂർക്കര, വെള്ളാറ്റന്നൂർ, പുതുക്കാട്, സെന്റ് മേരീസ് തൃശൂർ എന്നിവിടങ്ങളിലും തൻ്റെ നിസ്വാർത്ഥമായ സേവനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഏകദേശം 15 വർഷത്തോളമായി ഈ ഭവനത്തിൽ വിശ്രമ ജീവിതം നയിച്ചു വരികയായിരുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയേറ്റു വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ഏശയ്യാ പ്രവാചകന്റെ ഈ വാക്കുകൾ അന്വർത്ഥമാക്കും വിധം വളരെ തീക്ഷ്ണമായൊരു ജീവിതമായിരുന്നു കൊറോണമ്മ നയിച്ചു വന്നിരുന്നത്. 4 മണിക്ക് ഉണർന്ന് 4:45 ഏറെ തീക്ഷ്ണതയോടെ എന്നും ദേവാലയത്തിൽ എത്തിച്ചേരുകയും തൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തുകയും ചെയ്യുന്ന കൊറോണമ്മ ഞങ്ങൾക്കൊരു മാതൃകയായിരുന്നു. കൃത്യമായ ദിനചര്യ കാത്തുസൂക്ഷിച്ചിരുന്ന സിസ്റ്റർ അധ്വാനശീലത്തിൻ്റെയും താപസികതയുടെയും പ്രാർത്ഥനയുടെയും ദാരിദ്ര്യാരൂപിയുടെയും ആൾരൂപമായിരുന്നു. മറ്റുള്ളവരെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ജ്ഞാന നിരീക്ഷണ പാഠവും ചടുലതയും കൊറോണമ്മയുടെ മുഖമുദ്രയായിരുന്നു. സ്വശരീരത്തോട് നിരന്തരം ബലം ചെയ്ത് അതിനെ വരുതിക്ക് നിർത്തണമെന്ന് യുവതലമുറയെ ഉപദേശിക്കാനും ഓരോ കാൽവെപ്പിലും വിജയം നൽകുന്നവനെ ആരാധിക്കാനും പഠിപ്പിക്കുന്ന കൊറോണമ്മയുടെ ജീവിതശൈലി അത്യന്തം ശ്ലാഘനീയമാണ്. സഭാ നിയമങ്ങളും മറ്റനുഷ്ഠാനങ്ങളും കൃത്യമായി പാലിക്കാനും അതിനെ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുവാനും അമ്മ ബദ്ധശ്രദ്ധയായിരുന്നു. 91-ാം വയസ്സിലും സ്വന്തം കാര്യത്തിന് ആരെയും ആശ്രയിക്കാതെ നിറവേറിയിരുന്ന കൊറോണമ്മ
2024 മാർച്ച് 13 ഉണ്ടായ വീഴ്ചയോടെ ശയ്യാവലംബയായി. രോഗക്കിടക്കയിലും അമ്മ പ്രകടിപ്പിച്ചിരുന്ന സമചിത്തതയും ക്ഷമയും സഹനശക്തിയും മാതൃകായോഗ്യമാണ്. നീണ്ട 65 വർഷത്തെ സന്യാസ സമർപ്പണം ആത്മാർത്ഥതയോടും വിശുദ്ധിയോടും കൂടി പൂർത്തിയാക്കിയ കൊറോണമ്മ നലം തികഞ്ഞ ഒരു കർമ്മലീത്ത സന്യാസിനിയായിരുന്നു. കൊറോണമ്മയുടെ രോഗാവസ്ഥയും മരണവും അത്യന്തം ശാന്തതയോടെയായിരുന്നു. ഓർമ്മയോടുകൂടി രോഗിലേപനം സ്വീകരിച്ച് 2024 ഏപ്രിൽ 28 രാവിലെ താൻ ദീർഘകാലം സേവനമനുഷ്ഠിച്ച സെന്റ് വിൻസെന്റ് പോൾ ഹോസ്പിറ്റലിൽ വെച്ച് 8:50 നിത്യതയുടെ തീരത്തേക്ക് പറന്നുയർന്നു. നിനക്ക് മഹത്വത്തിന്റെ കിരീടം നൽകുമെന്ന സുഭാഷിത വചനം സിസ്റ്ററിന്റെ ജീവിതത്തിൽ അന്വർത്ഥമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ധന്യമായ ജീവിതത്തിനു മുൻപിൽ നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഏൽപ്പിക്കുന്നവനും ജീവിക്കുന്നവനെ രൂപാന്തരപ്പെടുത്തുന്നവനും പാപികളെ അനുഗ്രഹിക്കുന്നവനുമായ കർത്താവേ, അങ്ങയുടെ മഹനീയമായ ത്രിത്വത്തെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. എന്നുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ ജീവിതം എത്ര ചുരുങ്ങിയതാകുന്നു, അത് എത്ര ക്ഷണികമാണെന്ന് ഞാൻ ഗ്രഹിച്ചു. ജീവിതം നിഴൽ പോലെ സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സത്യവിശ്വാസത്തോടുകൂടി ലോകം വിട്ടുപോയിരിക്കുന്ന സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്തെ സൽക്കൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച സഹോദരിയെ ദൈവം നീതിമാനുള്ള സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മനുഷ്യരെ ഉയർപ്പിക്കുകയും നീതിമാന്മാർക്ക് നിത്യസഭയിൽ നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയാലും വിശുദ്ധാവനോടെ ഈ സഹോദരിയെ തന്റെ വലത്തുഭാഗത്ത് നിർത്തുമാറാകട്ടെ. മൃതശരീരത്തിൽ പുഷ്പങ്ങൾ സമർപ്പിച്ചുകൊണ്ട് അന്തിമോപചാരം അർപ്പിച്ചവർ ചാപ്പലിന്റെ വലതുവശത്തുള്ള വാതിലിലൂടെ കടന്ന് പ്രദക്ഷിണമായി സെമിത്തേരിയിലേക്ക് പോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മുന്നിൽ കുരിശ്, തിരിക്കാലുകൾ എന്നിങ്ങനെയാണ് ക്രമം. പരിമളമെങ്ങും പാകിയ മലരേ പരമോന്നതമാ പ്രഭയോവിന്നും വിരിയുക വിണ്ണിൽ സുവിശേഷത്തിൻ ദീപ്തി പരത്താം ജാഗ്രതയോടെ അനുദിനമുലകിൽ വിശ്രമമെന്നേ അധ്വാനിച്ചു. പ്രതിഫലമേകാൻ ദൈവകുമാരൻ താഴുവരുന്നു. സൗഭാഗ്യത്തിൻ ജയമുടി നേടാൻ ഉയരുക വിണ്ണിൽ. അവനീലങ്കേ സ്നേഹിതഗണവും സഹവാസികളും ചുടുകണ്ണീരിൻ കാഴ്ചകളങ്ങേ കർപ്പിക്കുന്നു. അന്തിമയാത്ര
നിമിഷം ദുഃഖമിയന്നീ മിത്രജനങ്ങൾ വിലപിക്കുന്നു. ഞങ്ങളുമിളമേ അപകടമേതും കലരാതൊരു നാൾ നിത്യവിരുന്നിൻ മണിയറ ചേരാൻ പ്രാർത്ഥിക്കണമേ. മൃതിയുടെ വരവിൽ പുതിയൊരു ജീവൻ പകരാൻ പോരും ദൈവകുമാരാ വത്സലസുതനേ കൈവെടിയരുതേ. പോവുക വെളിവിൻ പരിമളമെങ്ങും പാടിയ മലരേ പരമോന്നതമാ പ്രഭയോട് വീണ്ടും വിരിയുക വിണ്ണിൽ. സുവിശേഷത്തിൻ ദീപ്തി പരത്താൻ ജാഗ്രതയോടെ അനുദിനമുലകിൽ വിശ്രമമെന്നേ അധ്വാനിച്ചു. പ്രതിഫലമേകാൻ ദൈവകുമാരൻ താഴുവരുന്നു. സൗഭാഗ്യത്തിൻ ജയമൊടി നേടാൻ ഉയരുക വിണ്ണിൽ. അവനിലങ്ങേ സ്നേഹിതഗണവും അന്തിമയാത്ര വന്ദനമോടെ തിരിയും നിമിഷം പുതിയൊരു ജീവൻ പകരാൻ പോരും ദൈവകുമാരൻ സ്വർഗ്ഗത്തിൽ പുതിയൊരു അങ്ങയുടെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ കൂദാശായിൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും സന്യാസവ്രതാനുഷ്ഠാനത്താൽ അനുഗ്രഹീതവുമായ ഈ ശരീരത്തിന് ലോകാവസാനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം വിശുദ്ധീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായും സോപ്പാ കൊണ്ടെന്നെ തളിക്കണമേ, ഞാൻ നിർമ്മലനാകും. അതിലെന്നെ കഴുകണമേ, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്ണയുള്ളവനാകും. കർത്താവേ, നീ അനുഗ്രഹത്തിന്റെ വിജയത്താൽ സഹോദരനെ ആശ്വസിപ്പിക്കുകയും ഈ കബറിടം വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. വിശുദ്ധപുത്രന്റെ സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥനകളെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി, ഇതുവരെ നിങ്ങൾ അങ്ങേ അനുഗമിച്ചു. നീ ദൈവത്തിന്റെ മാതാപിതാക്കന്മാർ അങ്ങേ അനുഗമിച്ചുകൊള്ളും. മനുഷ്യാജ്ഞ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങും എന്നരുളി ചെയ്ത ദൈവം വിധി ദിവസത്തിൽ അങ്ങയെ ഉയർപ്പിച്ച് തന്റെ വലത്തുഭാഗത്ത് നിർത്തട്ടെ. അങ്ങയുടെ അധ്വാനങ്ങൾക്കും ക്ലേശങ്ങൾക്കും ത്യാഗപൂർണമായ സന്യാസ ജീവിതത്തിനും ദൈവം പ്രതിഫലം നൽകട്ടെ. പശ്ചാത്തപിക്കുന്ന പാപികളെ സ്നേഹപൂർവ്വം സ്വീകരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, മരിച്ചവരെ വിശുദ്ധീകരിക്കുകയും മാലാഖമാരുടെ കൂടെ സ്വർഗത്തിൽ അങ്ങേ സ്തുതിക്കുവാൻ അത് യോഗ്യരാക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും നാഥനണഞ്ഞിടും അന്തിമ നാളിൽ കാരുണ്യമിഴും വിധിയാൽ വാനവരാജ്യം നേടും.
മനുഷ്യന് ഭാഗ്യം. കരയറ്റവനായി ചിരമഹിമാവിൽ മിന്നി വിളങ്ങും മുഖമൊടുകല്ല വിട്ടെഴുന്നേൽക്കും മനുഷ്യന് ഭാഗ്യം. രാജ്യം നേടുകനാഥനിൽ നിന്നു കേൾക്കും മനുഷ്യനു ഭാഗ്യം. മനുഷ്യരെ അങ്ങ് പൊടിയിലേക്ക് പിന്തിരിപ്പിക്കുകയും നിങ്ങൾ പശ്ചാത്തപിക്കുമെന്ന് അവർ ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നു. ലോകത്തിൽ മനുഷ്യന്റെ ജീവിതം കിനാവ് പോലെ കടന്നു പോകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സജീവൻ ദേവദായകമായ ശബ്ദത്താൽ ആശ്രമം കർത്താവ് ആ ശബ്ദമകനെ വാങ്ങി ദിവസത്തിൽ അങ്ങയുടെ ദാസിയെ വിളിക്കുകയും അങ്ങയുടെ വലത്ത് വാർത്തകൾക്ക് പാപങ്ങൾ കൊടുക്കുന്നവരും നീതിമാനായ കർത്താവ് ഇവന്റെ മരണത്തിന്റെ നാഥൻ പിതാവും പരിശുദ്ധാത്മാവായ സർവേശ്വരായ നിത്യം. കർത്താവേ, മരിച്ചവരെ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ അതിനോടുകൂടെ എത്തിക്കണമേ. ഇതിന്റെ മരണത്തിന്റെ നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനും. സത്യവിശ്വാസത്തോടുകൂടെ മരണം പ്രാപിക്കുന്നവർക്ക് പ്രകാശപൂർണമായ പുനരുദ്ധാനം വാഗ്ദാനം ചെയ്തിരിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്ന് വേർപിരിഞ്ഞു പോയിരിക്കുന്ന ബഹുമാനപ്പെട്ട സഹോദരിക്ക് മഹനീയമായ ഉയർപ്പും അനശ്വരമായ സൗഭാഗ്യവും പ്രദാനം ചെയ്യണമേ. വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും ഈ സഹോദരി ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെല്ലാം പുറത്ത് മാലാഖമാരുടെയും വിശുദ്ധരുടെയും വസതിയിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട കൊറോണാമയെ നീ സ്വീകരിക്കണമേ. ഈ സംസ്കാര കർമ്മത്തിൽ സംബന്ധിച്ച് ഈ സഹോദരിയെ ബഹുമാനിക്കുകയും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പ്രസാദവരെ ഞങ്ങളിൽ വസിക്കുകയും അങ്ങയുടെ അനുഗ്രഹം ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും.